ഓരോ വ്യക്തികളും അവരവർക്ക് അവരവരോട് ബാധ്യതപ്പെട്ട കാര്യങ്ങൾ അത് ചെയ്തു തീർക്കാം എന്നുള്ള ഒരു പ്രത്യാശയോട് കൂടെ നമ്മൾ ചിന്തിക്കുന്നവരുണ്ട്. എല്ലാ കാര്യം ചെറുപ്പത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കണം. അന്ന് ചെറുപ്പത്തിൽ നമ്മളെ മദ്രസയിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ അയക്കണ സമയത്ത് നമ്മൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി കൊണ്ടുവരാനോ കണക്കുകളോ ഒക്കെ തരുമല്ലോ. അത് നമ്മൾ പിറ്റേന്ന് എഴുതി കൊണ്ടുപോകും. ചിലരെന്ത് ചെയ്യും, അത് പിന്നെ ആക്കാമെന്നതിൽ മാറ്റി വെച്ചിട്ട് ഈ പിന്നോട്ടുള്ള വലി അത് നമ്മളെന്താക്കും, അവതാളത്തിൽ ചാടിക്കും എന്നുള്ളതാണ്. അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കണം. ചെറുപ്പത്തിൽ നമ്മളെന്താണ് പഠിച്ച് ഉന്നതിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്കെന്താണ് മറ്റുള്ള പല വഴികളും നമ്മൾ സാമ്പത്തികമായിട്ടുള്ള പല വഴികളും നമ്മൾ തിരഞ്ഞെടുക്കും. പഠന സമയം പഠനത്തിന് വേണ്ടി ചെലവഴിക്കാതെ അനാശ്വാസ പ്രവർത്തനങ്ങളിലും കളികളിലും മാത്രം വിനിയോഗിച്ച് ജീവിതം തള്ളി നീക്കുന്നവർ പ്രായമെത്തുമ്പോഴാണ് അവർ ചിന്തിക്കുക, എൻ്റെ ആ ജീവിതകാലം അങ്ങനെ പോയത് വളരെ മോശമായി പോയിന്ന്. എന്നാൽ ഇതിൻ്റെ ഒക്കെ മേലെയായിട്ട് ഒരു മുസ്ലിം സമൂഹമാണെങ്കിൽ അവർ മതവിദ്യ പഠിക്കാൻ വേണ്ടി ചെലവഴിച്ച് ചെറുപ്പം മുതലേ മതവിദ്യ പഠിച്ച് നല്ല നിലക്ക് ഒരു ആലിമായി മാറിയാൽ ആ ആലിമിൻ്റെ സ്ഥാനം, അവൻ്റെ മഹത്വം ദുന്യാവിൽ അവൻ ചെലവഴിക്കുന്ന സമയങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിലപ്പെട്ട സമയമാണ്. ഏറ്റവും വില പിടിച്ച എന്ത് വസ്തുവായിട്ട് ചെലവഴിക്കുന്നതിൽ ഏറ്റവും ഉന്നതിയിലെത്തുന്നത് അവൻ്റെ വിജ്ഞാനമാണ്. ആ വിജ്ഞാനം പഠിക്കണമെങ്കിൽ അതിന് എങ്ങനെയെങ്കിലും പഠിച്ചാൽ പോരാ. ആ പഠിക്കുന്ന അവസരത്തിൽ അവരെ പഠിപ്പിച്ച ഗുരുവര്യന്മാരെ ഒരു കാലത്തും ആക്ഷേപിക്കാൻ പാടില്ല. ഗ്രൂപ്പിൻ്റെ പേരിലോ അതല്ലെങ്കിൽ അവൻ്റെ മതത്തിൽപ്പെട്ടതല്ല എന്ന പേരിലോ അവനെ നാവുകൊണ്ട് ആക്ഷേപിച്ചാൽ ഇവൻ്റെ ഇൽമ് നാഫി ആവുകയില്ല, ഉപകാരപ്രദമാകുകയില്ല. അത് ഏത് വിഷയത്തിലാവട്ടെ. അത് എന്നാൽ ഇന്ന് ചിലർക്കൊക്കെ സംഭവിക്കുന്ന ഈ അപജയത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഗുരുക്കന്മാരെ തള്ളിപ്പറയുന്നു, അവരുടെ വിശ്വാസത്തിനെ തള്ളിപ്പറയുന്നു. അതല്ലെങ്കിൽ അവരിവിടെ ചെയ്തു തന്ന നല്ല കാര്യങ്ങളെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനായപ്പോൾ നമ്മളെന്താണ് മറ്റുള്ളവരെ തള്ളിപ്പറയുന്നൊരവസ്ഥ, മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിങ്ങനെ പെറ്റു വീണ സമയത്ത് മറ്റുള്ള ജീവികളെ പോലെ അല്ലല്ലോ. നമ്മൾക്ക് ഭക്ഷണം നമ്മുടെ വായിലേക്ക് എത്തിച്ചു തരണം. നമ്മളൊന്നും ഇങ്ങനെ മറന്നു കിടക്കുന്നവരെ അങ്ങോട്ടോട്ട് കമഴ്ത്തി അങ്ങോട്ടോട്ട് കടത്തണം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഈ അവസ്ഥയിൽ എത്തുന്ന സമയത്ത് നമ്മളെ പോയ കാലത്തെ നമ്മൾ ചിന്തിക്കാതെ വരും വരായ്മകൾ ചിന്തിക്കാതെയും നമ്മൾ ജീവിച്ചു പോയാൽ നമ്മളെന്താണ് ഏറ്റവും വലിയ അധപ്പതനമായിരിക്കും. അതുകൊണ്ട് ചെറിയ കുട്ടികളും ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കണം, എൻ്റെ ആയുസ് ഇനി അങ്ങോട്ട് ഞാൻ ദീനീ വിജ്ഞാനം പഠിച്ച് വലിയൊരാളാവണം, എന്നാലേ മരിക്കാൻ നേരം നമ്മൾ കടന്നിട്ട് എന്തെങ്കിലും പ്രതീക്ഷ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയെങ്കിലും നമുക്ക് വരണം. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഞാൻ